ഒരു ACL റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ റിക്കവറി കിട്ടുമെന്ന് നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ തെറ്റി. നീ ബ്രേസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയണം. പ്രോപ്പറായ രീതിയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അവിടെ 0 ഡിഗ്രി എക്സ്റ്റൻഷൻ അച്ചീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ടൈറ്റ്നസ് വരും. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും പറയുന്നുണ്ടാവും കാല് മുഴുവനായിട്ട് നിവർത്താൻ പറ്റുന്നില്ല എന്നുള്ളത്. ACL സർജറി ചെയ്യുന്നവർക്ക് മാത്രമല്ല, ACL സർജറിയോടൊപ്പം തന്നെ മെനിസ്കൽ റിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും മറ്റ് ലിഗമെന്റ് റിലേറ്റഡ് ഇഞ്ചുറീസ് ഒക്കെ ഉള്ള ആളുകൾക്കും അല്ലെങ്കിൽ അതിനൊക്കെ സർജറി ചെയ്ത ആളുകൾക്കും ഒക്കെ ഈ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എക്സസൈസ് ചെയ്യുന്ന മാത്രമൊന്നും അല്ല കാര്യം, എങ്ങനെയാണ് ലെഗിനെ പൊസിഷൻ ചെയ്ത് വെക്കേണ്ടത്, പ്രൈസ് പ്രോട്ടോകോൾ എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റേജിൽ എങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അറിഞ്ഞാലേ നിങ്ങൾക്ക് റിക്കവറി ലഭിക്കുകയുള്ളൂ. അല്ലാതെ ജനറലായിട്ട് 1-2 എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങി കഴിയട്ടെ, ഹീലാവട്ടെ, കരിയട്ടെ, അത് കഴിഞ്ഞിട്ട് ശരിയായ രീതിയിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം, സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ആളോട് എനിക്ക് പറയാനുണ്ട്,